കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യൻ ചോദിച്ചു, സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന്. കർത്താവ് വ്യക്തമായി പറഞ്ഞു, 70 വട്ടം എന്ന്. കർത്താവ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ചോദിച്ചത് ഒരു ദിവസം എത്ര തവണ ക്ഷമിക്കണമെന്നാണ്. 1 തവണ മതിയോ, 2 തവണ മതിയോ, 3 തവണ മതിയോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം ചോദിച്ചതിൻ്റെ ഗൗരവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് ക്ഷമിക്കണമെന്നുണ്ട്, പക്ഷേ തൻ്റെ കഴിവിലും അപ്പുറത്ത നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്, തനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ വരികയാണ് എന്ന് ഉള്ള കാര്യം നമുക്കവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്ക്, കർത്താവായ യേശുക്രിസ്തു കൊടുക്കുന്ന ഉത്തരം വളരെ അധികം ചിന്തിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. കർത്താവ് പറഞ്ഞത് 70 വട്ടമെന്നാണ്. അതായത് ഏകദേശം അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 470 തവണ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു? കർത്താവ് 470 തവണ ഒരു ദിവസം ക്ഷമിക്കണം എന്നല്ല പറഞ്ഞത്. പകരം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നിത്യമായി ക്ഷമിക്കണം എന്നാണ്. ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം ഒരു ദോഷത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നതല്ല. ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ മലയാളത്തിലെ ഒരു ചൊല്ല് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തലയിലിടുക എന്നതല്ല അതിൻ്റെ അർത്ഥം. ക്ഷമിക്കുക എന്നാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ്. ക്ഷമിക്കുക എന്നാൽ കർത്താവിന് യോഗ്യമായ രീതിയിൽ ജീവിച്ച് കാണിക്കുക എന്നതാണ്. ക്ഷമിക്കുക എന്നാൽ ആ വ്യക്തിയുടെ മുമ്പിൽ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആയിരിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കർത്തൃനാമത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കെല്ലാവർക്കും ക്ഷമിക്കണമെന്നറിയാം, നാം ക്ഷമിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ക്ഷമയെ കെടുത്തിക്കളയുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ക്ഷമിക്കണം എന്ന ചിന്തയിൽ നിന്ന് മാറി നാം മാനുഷികമായ നിലവാരത്തിൽ പ്രതിരോധത്തിലേക്ക് പോകാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ പറയട്ടെ, ദൈവ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായി പറയുകയാണ്, ദൈവം നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഭാവം വെളിപ്പെടേണ്ടത് ഉണ്ട്. ഞാൻ ഇന്നലെ യൂദാസിനെ കുറിച്ച് പറഞ്ഞു. യൂദാസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് യൂദാസ് ജനിക്കുന്നതിന് മുമ്പേ കർത്താവിനറിയാം. എന്നാൽ തൻ്റെ ജീവിതത്തിൽ യൂദാസ് വരേണ്ടതുണ്ട് എന്ന് കർത്താവിനറിയാം. തൻ്റെ ജീവിതത്തിൽ താൻ യൂദാസിനെ ശിഷ്യനായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് കർത്താവിനറിയാം. താൻ കൊടുക്കുന്നതിൽ നിന്ന് മോഷ്ടിക്കും, തൻ്റെ പണം മോഷ്ടിക്കും, തനിക്ക് ആവശ്യത്തിന് തനിക്ക് ഉപയോഗിക്കാനായിട്ട് യൂദാസ് കർത്താവ് കൊടുക്കുന്നത് എടുക്കും എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ പണസഞ്ചി അല്ലെങ്കിൽ തൻ്റെ വരവ് ചെലവ് കാര്യം നോക്കുന്ന വ്യക്തിയായിട്ട് യൂദാസിനെ ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം അത് യൂദാസിനെ ഏൽപ്പിക്കേണ്ട പണിയാണ്, അത് യൂദാസ് ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്ന് കർത്താവിനറിയാം. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞുപോയില്ല, കർത്താവിൻ്റെ കരുണ കുറഞ്ഞുപോയില്ല, കർത്താവിൻ്റെ ദൈവപ്രവൃത്തിക്ക് കുറവ് വന്നില്ല. കർത്താവ് സകലതും വ്യക്തമായ നിലവാരത്തിൽ നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യ ഗൗരവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ചുറ്റുമുള്ള ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കാം,
ഒരുപക്ഷെ നമ്മുടെ അപ്പനും അമ്മയുമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ മരുമക്കളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള നമ്മുടെ സഹപ്രവർത്തകരായിരിക്കാം. ചിലർ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് വളരെയധികം ദോഷത്തിനായിട്ടാണ് എന്ന് നാം കരുതുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. പല സന്ദർഭത്തിലും നമുക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ കൂടെയുള്ള വ്യക്തി നമ്മെ ഒറ്റും എന്നറിയുമ്പോൾ, നമ്മുടെ കൂടെയുള്ള വ്യക്തി തന്നെ ചതിക്കും എന്നറിയുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പ്രാണസ്നേഹിതൻ എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു, എൻ്റെ അപ്പം തിന്നവൻ എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു. നാം വഞ്ചനയിലൂടെ കടന്നു പോകും. നാം വല്ലാത്ത നിലവാരത്തിൽ വഞ്ചിക്കപ്പെടും. നാം നമ്മുടെ അവകാശങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെടും. നമുക്ക് നമ്മുടെ അവകാശങ്ങളെ കളഞ്ഞിട്ട് ഓടേണ്ട അനുഭവങ്ങൾ വരും. അവിടെയെല്ലാം കർത്താവ് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. അതായത് എൻ്റെ കൃപ നിനക്ക് മതി എന്നതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഞാൻ നിനക്ക് മതി. അതായത് കർത്താവായ യേശുക്രിസ്തു താങ്കൾക്ക് മതി. താങ്കൾക്ക് കർത്താവായ യേശുക്രിസ്തു മതിയായ ദൈവമാണ്. ക്രിസ്തു മാത്രമാണ് താങ്കൾക്ക് ആവശ്യം, മറ്റൊന്നുമല്ല താങ്കൾക്ക് ആവശ്യം എന്ന് വ്യക്തമായ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നിങ്ങളോട് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് തോന്നും ആത്മീയമായിട്ട് വളരുവാൻ യോഗ്യം അല്ല എന്ന്. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി, കാണുന്നവരെല്ലാം മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായി, വെറുക്കപ്പെട്ടവനായി എല്ലാം ഇരുന്നപ്പോൾ അതൊന്നും തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ഏൽപ്പിച്ച പ്രവൃത്തിയിൽ നിന്ന് പുറകോട്ട് വലിച്ചില്ല. അങ്ങനെയുള്ള കർത്താവാണ് നമ്മുടെ മാതൃക എന്ന കാര്യം മറന്നു പോകരുത്. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ പുറകോട്ട് വലിക്കുമ്പോൾ നമ്മെ മുൻപോട്ട് നയിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളല്ല, മറിച്ച് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നാം ആശ്രയിക്കുന്ന, നാം സ്നേഹിക്കുന്ന നമ്മുടെ അരുമനാഥനാണ് എന്ന സത്യത്തെ ഒരു പ്രിയപ്പെട്ടവരും മറന്നു പോകരുതെന്ന് കർത്തൃനാമത്തിൽ ഞാൻ പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇന്ന വ്യക്തി ഇല്ലാതിരുന്നു എങ്കിൽ എനിക്ക് കർത്താവിനെ കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യം ഇല്ലാതിരുന്നു എങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടേനെ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഉണ്ടായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അറിഞ്ഞിരിക്കുന്നത്, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്നാണ്. ഈ ഒരു കുഴഞ്ഞു കിടക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിലും നിങ്ങൾ നശിച്ചു പോകാതെ കർത്താവിൻ്റെ ജീവനെ പ്രാപിച്ച് കർത്താവിനോടുകൂടെ ചേർന്നിരിക്കണം എന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടം. കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, കർത്താവ് പരീക്ഷകനുമല്ല. മനസ്സിലാക്കുക, വേദപുസ്തകം, ദൈവവചനം വ്യക്തമായ നിലവാരത്തിൽ നമ്മോട് പറയുന്നുണ്ട്, കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ അല്ല. എന്നാൽ നാം തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ സാഹചര്യങ്ങൾ
നമ്മെ ദോഷത്തിലേക്ക് മാത്രം നയിക്കുന്നതാണ് എന്ന് വളരെ ദുഃഖത്തോടെ എനിക്ക് പറയേണ്ടി വരും. പലപ്പോഴും ക്രിസ്തുവിനെ നോക്കി മുൻപോട്ട് പോകുന്നതിനു പകരം സാഹചര്യത്തെയും കയ്യിലുള്ള പേഴ്സിനെ നോക്കി മുൻപോട്ട് പോകുമ്പോൾ നാം തെറ്റിപ്പോകും. അതല്ല കർത്താവിൻ്റെ ഹിതം, അതല്ല കർത്താവിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ കരുണയോടെ ആർദ്രതയോടെ എന്നോടും നിങ്ങളോടും വ്യക്തമായി ഇടപെടുകയാണ്. പലപ്പോഴും ജീവിതം തകർന്നു പോകുന്നതിൻ്റെ കാരണം, പലപ്പോഴും ജീവിതം അങ്ങും ഇങ്ങും എത്താതെ പോകുന്നതിൻ്റെ കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നതാണ്. കടഭാരത്താൽ വലയുകയാണോ? ശാരീരിക ക്ലേശത്താൽ വലയുകയാണോ? ചുറ്റുപാടും ദൈവസ്നേഹമുള്ള വ്യക്തികൾ ഇല്ലാതെ പോകുന്നുണ്ടോ? ചതിക്കപ്പെടുകയാണോ? മുതലാക്കപ്പെടുകയാണോ? കൂടെ കിടക്കുന്ന വ്യക്തിയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒരല്പം കൂടെ ഒന്ന് ഒരുക്കം പ്രാപിക്കട്ടെ. ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും സാഹചര്യത്തെ ഓർത്ത് എനിക്ക് മതി മതി എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം ദോഷത്തിൽ നിന്ന് ദോഷത്തിലേക്ക് മാത്രമേ പോകൂ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിന്ന് യൂദാസിനെ നീക്കിക്കളയാൻ നോക്കിയില്ല. മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നിന്ന് യൂദാസിനെ നീക്കിക്കളയാൻ നോക്കിയില്ല. തന്നെ 3 വട്ടം തള്ളിപ്പറയും എന്നു കണ്ട പത്രോസിനെ നീക്കിക്കളഞ്ഞില്ല. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ സൗഖ്യം പ്രാപിച്ചവൻ നിമിത്തം തനിക്ക് വേദന വരും, തന്നെ കൊല്ലുവാൻ യഹൂദന്മാർ ആ വ്യക്തി നിമിത്തം തീരുമാനിക്കും എന്നറിഞ്ഞിട്ടും തൻ്റെ പ്രവൃത്തി താൻ മാറ്റിവെച്ചില്ല. താൻ ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെ ചെയ്തു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തത് യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ്. ദൈവത്തിന് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയൂ. നാം മനുഷ്യരായതുകൊണ്ടാണ് നാം മനുഷ്യരുടെ പ്രവൃത്തി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നത്, സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത് ഒരു ഒളിച്ചോട്ടം അല്ല. കൈകാലുകൾ കെട്ടിയിട്ടപ്പെട്ട അവസ്ഥയായിരിക്കാം, പക്ഷേ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. നമ്മുടെ ആത്മീയത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയായിരിക്കാം. കർത്താവുമായി ഒരു ശരിയായ ബന്ധം പുലർത്താൻ കഴിയുന്നില്ല എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നുന്ന അവസ്ഥയായിരിക്കാം. ഈ പോക്ക് പോയാൽ വളരെ ദോഷമാണ്, ഇത് എനിക്ക് വളരെ ദോഷം ചെയ്യും എന്ന് നിങ്ങളുടെ ഹൃദയം തന്നെ നിങ്ങളോട് പറയുന്ന അവസ്ഥയായിരിക്കാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഏത് സാഹചര്യത്തിലും, ഏത് പാപ സാഹചര്യത്തിലും, ഏത് തെറ്റായ തീരുമാനങ്ങളുടെ മധ്യത്തിലും അടുത്ത നിമിഷം ഭവനം വിട്ട് പോകേണ്ട അവസ്ഥ വന്നാലും ഞാൻ വ്യക്തമായി പറയുന്നു, കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് നിങ്ങളെ കൈവിടില്ല. കർത്താവിൻ്റെ പദ്ധതി നിങ്ങളെ കൈവിടുന്ന പദ്ധതി അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നത് കൈവിടുവാൻ വേണ്ടി അല്ല. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തെറ്റായ വഴിയിലും നിങ്ങളെ കൈവിടാതെ നിങ്ങളോട് ക്ഷമ കാണിച്ച് നിങ്ങളെ കൈവിടാതിരിക്കുന്നവനാണ് ദൈവം. എന്തുകൊണ്ട്? കർത്താവ് നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നിങ്ങൾ തെറ്റായ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, നിങ്ങൾ
അറിയാതെ തന്നെ നിങ്ങൾ വലിയൊരു കുഴിയിൽ വീഴുമ്പോൾ അവിടെയൊന്നും ദൈവം നിങ്ങളെ കൈവിടുന്നില്ല. കർത്താവിൽ ആശ്രയിച്ചാൽ, കർത്താവിനെ സ്നേഹിച്ചാൽ, വ്യക്തമായ നിലവാരത്തിൽ കർത്താവ് നിങ്ങൾക്ക് വീണ്ടും അതിൽ നിന്ന് എഴുന്നേൽക്കാൻ, അതിൽ നിന്ന് മാറുവാൻ, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് വരുവാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അവസരം തരുന്നവനാണ്. യൂദാസ് കർത്താവിന് ദോഷം ചെയ്തവനാണ്. പക്ഷേ ആ ദോഷം കർത്താവിൻ്റെ ജീവിതത്തിൽ നന്മയായി മാറ്റപ്പെട്ടു. എങ്ങനെ? അത് കർത്താവിൻ്റെ ജീവിതത്തിൽ എന്നല്ല, നമുക്ക് നന്മയായി മാറ്റപ്പെട്ടു. കർത്താവ് പാപപരിഹാരയാഗമായി തീരുവാൻ അതൊരു കാരണം മാത്രമായി മാറി. ഒരു നാൾ വരും, ഞാനും നിങ്ങളും കർത്താവിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ഞാനും നിങ്ങളും കർത്താവിനെ സ്നേഹിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ മുൻപോട്ട് പോകുമ്പോൾ, നമ്മെ തകർക്കുവാൻ ഈ ലോകം ഉപയോഗിച്ച വ്യക്തികൾ, നമ്മെ തകർക്കുവാൻ ഈ ലോകം ഉപയോഗിച്ച സാഹചര്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ തന്നെ ഭയം കൊണ്ടുവന്ന, നമ്മെ തന്നെ വെറുപ്പിച്ച പല സാഹചര്യങ്ങൾ എല്ലാം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കർത്താവ് കൃപ തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റേതെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റേത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കണം. ഒന്ന്. രണ്ടാമതായിട്ട്, നിങ്ങൾ വ്യക്തമായ നിലവാരത്തിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ നോക്കരുത്, നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുന്നവർ ആയിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നതിൻ്റെ വ്യക്തമായ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എവിടെ എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളാണ്. അല്ലെങ്കിൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളും ഞാനും കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും കർത്താവിനെ നോക്കാൻ പഠിച്ചാൽ, കർത്താവിനെ സ്നേഹിക്കാൻ പഠിച്ചാൽ, ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലും ഉപരിയായിട്ട് കർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ പഠിച്ചാൽ, കർത്താവിനെ സ്നേഹിക്കുവാൻ ദൈവാത്മാവിനോട് സഹായം ചോദിക്കാൻ പഠിച്ചാൽ, നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും തോറ്റുപോകില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത് അതാണ്. അയ്യോ, എനിക്ക് ഈ ലോകപ്രകാരം ഉള്ള ജീവിതമാണല്ലോ, എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ ചേരാൻ കഴിയുന്നില്ലല്ലോ. അയ്യോ, എൻ്റെ ഈ ഭാരം, എൻ്റെ ഈ കടം, എൻ്റെ ഈ അവസ്ഥ, എൻ്റെ ഈ ഒരു വിലയുമില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയിലൊക്കെ ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും എന്നെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാം. യു ഹാവ് ഓൾ ദ റൈറ്റ് ടു തിങ്ക് വാട്ട് എവർ യു വാണ്ട് ടു തിങ്ക്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ചിന്തിക്കണമോ അതിനെല്ലാമുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ബുദ്ധിയുള്ളവൻ, യേശുക്രിസ്തുവിൽ വസിക്കുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കും. ബുദ്ധിയുള്ളവൻ, ഒരു ആളും നിങ്ങളെ സഹായിക്കാനില്ലെന്നിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ലെന്നിരിക്കട്ടെ, ലോകത്തെ എല്ലാവരും നിങ്ങളെ വെറുത്തെന്നിരിക്കട്ടെ, ഒരു രീതിയിലും ഒരു മനുഷ്യനും നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, കർത്താവിനെ സ്നേഹിക്കാൻ ഒരു മനസ്സ് ഉണ്ടോ, അതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. നിങ്ങൾ നശിച്ചു പോകത്തില്ല. പലർക്കും അവരവരുടെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് പലരും ഓരോ ദിവസവും ജീവിക്കുന്നത്. പലർക്കും രക്ഷപ്പെടാനുള്ള ആ ഒരു വ്യഗ്രത തീർന്നുപോയി. എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്ന ചിന്തയിലുമാണ്. ചിലർക്ക് ഈ ഒരു
സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഒളിച്ചോടാൻ പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ കർത്തൃനാമത്തിൽ പറയട്ടെ, ആരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കേണ്ട നിലവാരത്തിൽ ആശ്രയിക്കുമോ, തീച്ചൂളയിൽ കിടന്നാലും തീച്ചൂളയെക്കുറിച്ച് ചിന്തിക്കാതെ, തീയെക്കുറിച്ച് ചിന്തിക്കാതെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുവാൻ ആർക്ക് കഴിയുമോ ആ വ്യക്തി ഭാഗ്യമുള്ളവനാണ്. നിങ്ങളുടെ സാഹചര്യത്തെക്കാളും നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചുള്ള ചിന്തയെക്കാളും അധികമായി ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത, ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള ചിന്ത നിങ്ങളിൽ എന്ന് ബലപ്പെടുമോ അന്ന് നിങ്ങളുടെ ജീവിതം മാറും മാറും മാറും. ദാവീദിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ദാവീദിനും കൂടെ ഉള്ളവർക്കും തങ്ങളുടെ കുടുംബങ്ങളെ നഷ്ടപ്പെട്ടു, തങ്ങളുടെ വസ്തുവകകളെ നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. അവരുടെ കണ്ണിൽ കാണാൻ കഴിയുന്നത് ചണ്ടി കൂമ്പാരം മാത്രമാണ്. മാത്രവുമല്ല, ആ നഷ്ടം കാരണം അവർ ആ നഷ്ടബോധത്തിൽ അവരുടെ ആരോഗ്യം നശിച്ചു പോകുന്നത് വരെ, അവരുടെ ബലം ക്ഷയിച്ചു പോകുന്നത് വരെ അവർ നിലവിളിച്ചു കരഞ്ഞു. കൂടെ ഉള്ളവർ നിലവിളിച്ചു കരഞ്ഞപ്പോൾ ദാവീദും കരഞ്ഞു. എന്നാൽ കൂടെയുള്ളവർ നിലവിളിച്ച് കരഞ്ഞതിനു ശേഷം ഇതിനെല്ലാം കാരണം ഞങ്ങൾ നിന്നെ അനുഗമിച്ചത് കൊണ്ടാണ് എന്ന നിലവാരത്തിൽ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കല്ലെടുത്തു. എന്നാൽ ദാവീദ് കല്ല് നോക്കിയില്ല, തൻ്റെ മുമ്പിലുള്ള മരണത്തെ നോക്കിയില്ല, തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ കുടുംബത്തെ നോക്കിയില്ല, തനിക്ക് നഷ്ടപ്പെട്ട വാസസ്ഥലത്തെ നോക്കിയില്ല, ചണ്ടിക്കൂമ്പാരത്തെ നോക്കിയില്ല. പകരം ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ തന്നെത്താൻ ഉത്സാഹിപ്പിച്ചു എന്ന് വചനം പറയുന്നു. 1 രൂപയ്ക്ക് 1 രൂപ എടുക്കാനില്ലെങ്കിലും കടം കയറി ഏത് സാഹചര്യത്തിലും തകർന്നു പോകുന്ന അവസ്ഥയാണെങ്കിലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഉത്സാഹിപ്പിക്കാൻ ആരുമില്ലാത്തപ്പോഴും, കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി മാത്രം ചുറ്റും ആളുള്ളപ്പോഴും നിങ്ങൾക്ക് ഉത്സാഹിക്കുവാൻ, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. മാറ്റമില്ല. ആർക്ക് രക്ഷപ്പെടണമോ, ആർക്ക് രക്ഷപ്പെടണമോ, ആർക്ക് ജീവിത സാഹചര്യത്തെ മാറ്റണമെന്നുണ്ടോ, കർത്തൃനാമത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സഹായിക്കുവാൻ തയ്യാറാണ്. ഇന്ന് ഞാൻ ഈ വചനം സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമായാലും വെറുതെ സ്വയം ഡിപ്രഷന് ഏൽപ്പിച്ചു കൊടുക്കാതെ, വെറുതെ സ്വയം ദുഷ്ടന്റെ കയ്യിലെ കളിപ്പാവയാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്ക്. കർത്താവെ, ഈ കടത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, അല്ലെങ്കിൽ കർത്താവെ, എൻ്റെ ഈ തെറ്റായ ഈ ബന്ധത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, അല്ലെങ്കിൽ കർത്താവെ, എൻ്റെ ഈ സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കണം എന്ന് പറയാതെ കർത്താവിനെ നോക്കി, കർത്താവിനെ സ്നേഹിച്ച് കർത്താവുമായുള്ള ബന്ധത്തിൽ അടുത്തുവാ. നിന്റെ സാഹചര്യത്തെ നീ മാറ്റിവെക്ക്, നിന്റെ ഭാരത്തെ നീ മാറ്റിവെക്ക്, കർത്താവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ആരംഭിക്ക്. ഏറ്റവും കൂടുതൽ കല്ലെറിയുന്നവരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മരണത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിനക്ക് സംഭവിച്ച വഞ്ചനയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിനക്ക് സംഭവിച്ച നഷ്ടബോധത്തെക്കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്. കർത്താവിനെ കുറിച്ച് ചിന്തിക്ക്. കർത്താവിനെ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിനോട് ബലാത്കാരേന ചോദിക്ക്. ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും? ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചതാ കർത്താവേ, കർത്താവേ വേഗം വാ കർത്താവേ, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? എന്തെല്ലാം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം ഇന്ന് അവസാനിപ്പിക്ക്. പകരം കർത്താവേ,
ഏത് സാഹചര്യമായാലും അടുത്ത നിമിഷം എനിക്ക് ജീവനില്ലെങ്കിലും സാരമില്ല, എനിക്ക് അങ്ങയെ ഒന്ന് സ്നേഹിക്കണം, അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങനെ സഹായിച്ചേ പറ്റൂ. എൻ്റെ ജീവിതം പരാജയപ്പെട്ടു, പക്ഷേ എനിക്ക് അങ്ങ് വേണം. ഈ ലോകപ്രകാരമുള്ള ജീവിതം പരാജയമായാലും സാരമില്ല. ഈ ലോകപ്രകാരമുള്ള ജീവിതം പരാജയമായാലും സാരമില്ല. ഈ ലോകപ്രകാരമുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ നല്ല സാക്ഷ്യം പോലും ഇല്ല എന്ന് വന്നേക്കാം. പക്ഷേ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട്, കർത്താവിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട്, കർത്താവിനെ സ്നേഹിപ്പാൻ ഉള്ള ഒരു മനസ്സുള്ള വ്യക്തിയായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടവിടാതെ പ്രാർത്ഥിക്ക്. ബലാത്കാരമായി പ്രാർത്ഥിക്ക്. എനിക്ക് വളരെയധികം കടഭാരമുണ്ട്, ഏതു നിമിഷവും എൻ്റെ ജീവിതത്തിൽ വലിയൊരു അപമാനം വരും, അതവിടെ നിൽക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കാൻ പ്രാർത്ഥിക്ക്. എൻ്റെ ജീവിതം ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്, അതവിടെ നിൽക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കാൻ ദൈവാത്മാവിൽ ആശ്രയിക്ക്. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവനെ, താങ്കളുടെ ജീവിതത്തിൽ കോടികൾ വന്നാലും, താങ്കളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും താങ്കളെ സ്നേഹിക്കാൻ ആരെല്ലാം ഉണ്ടെങ്കിലും, യേശുക്രിസ്തുവിൻ നാമത്തിൽ എനിക്കും നിങ്ങൾക്കും ശാശ്വതം എന്ന് പറയുന്നത് കർത്താവുമായുള്ള ബന്ധം മാത്രമാണ്. മറ്റൊന്നിലും രക്ഷ ഇല്ല. ആരാ യഥാർത്ഥ ദൈവ പൈതൽ? വരുന്ന വ്യക്തിക്ക് എന്തുണ്ട് എന്ന് നോക്കി ആ വ്യക്തിക്ക് മാർക്കിടുന്നവനല്ല ദൈവ പൈതൽ. വരുന്ന വ്യക്തിയിൽ ക്രിസ്തു ഉണ്ടോ എന്നറിയുന്നവനാണ് ദൈവ പൈതൽ. എന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്ത് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ എപ്പോഴും വാഞ്ചയുള്ളവനാണ് ദൈവ പൈതൽ. പ്രിയപ്പെട്ടവരെ, അതിനായിട്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിച്ചേ പറ്റും. അല്ലാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നാളെ മരണമാണ്, നാളെ അവരെന്നെ കൊല്ലും. മാത്രവുമല്ല, കർത്താവ് എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഞാനൊരു രക്തസാക്ഷിയാകുമെന്ന്. എല്ലാം അറിഞ്ഞിട്ടും ആ രാത്രി ഏറ്റവും ശക്തമേറിയ കാവലുള്ള ആ ജയിലിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ, ഒന്നും അറിയാത്തവനായി, വളരെ ഡീപ്പ് ആയിട്ടുള്ള, വളരെ ആഴമേറിയ നിലവാരത്തിൽ ഉറങ്ങുവാൻ പത്രോസ് അപ്പോസ്തലന് സാധിച്ചു. അദ്ദേഹം എഴുന്നേറ്റിരുന്ന് കരയുകയല്ലായിരുന്നു. അദ്ദേഹം അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയല്ലായിരുന്നു. അദ്ദേഹം സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു. സങ്കീർത്തനക്കാരൻ 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അങ്ങല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ദൈവാത്മാവിൽ എപ്പോഴും കർത്താവേ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവാത്മാവേ എന്നെ സഹായിക്കണം, എൻ്റെ മനസ്സിനെ അങ്ങ് വേണം നിയന്ത്രിക്കാൻ, എൻ്റെ മനസ്സിൽ എൻ്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രം മതി, എൻ്റെ മനസ്സിനെ ശരിയായ നിലവാരത്തിൽ നിയന്ത്രിക്കണേ എന്നുള്ള പ്രാർത്ഥനയുള്ള വ്യക്തി നശിച്ചു പോകില്ല. അങ്ങനെയുള്ള വ്യക്തി നശിക്കില്ല. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തി ദൈവം ആഗ്രഹിക്കുന്ന സകല പ്രവൃത്തിയും നിവർത്തിച്ച് ആ വ്യക്തിയിൽ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കും. മാറ്റമില്ല, ആ കാര്യത്തിൽ മാറ്റമില്ല. അതാണ് കർത്താവിൻ്റെ ഹിതം. അതാണ് കർത്താവ് എന്നിലും നിങ്ങളിലും ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് തന്നെ കർത്താവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, സാഹചര്യം മാറിപ്പോകും. ഇന്നുള്ള സാഹചര്യമല്ല നിങ്ങൾക്ക് നാളെയുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് പോലെ,
കാലം സകലത്തെയും മായ്ച്ചു കളയും. കുറേയേറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പണ്ടുള്ള സാഹചര്യമല്ല ഇന്നുള്ളത് എന്ന് നിങ്ങൾ കാണും. പക്ഷേ അന്നത്തെ സാഹചര്യത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും ഒരുപോലെ നിങ്ങൾക്ക് ആശ്രയിപ്പാൻ, നിങ്ങൾക്ക് വിശ്വസിപ്പാൻ എല്ലാം കഴിയുന്നത് അരുമനാഥനായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിൽ ആശ്രയിപ്പാൻ, യേശു ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളെ ഭരിപ്പാൻ സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവിനിൽ സഹായം ചോദിച്ച്, ദൈവാത്മാവിൽ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം, അറിയിക്കാതിരിക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.